Everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ്. ഇപ്പോൾ റീസെന്റ് UGC നെറ്റ് എക്സാമിനെല്ലാം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് മൈക്രോ ടീച്ചിങ് എന്ന് നോക്കാം. അപ്പോൾ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ ഉണ്ടല്ലോ. അപ്പോൾ BEd MEd പോലെയുള്ള ഡിഫറെൻറ്റ് ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളുടെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടീച്ചർ ട്രെയിനിങ് ടെക്നിക്കാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ മൈക്രോ ടീച്ചിങ്ങിൽ ഇപ്പോൾ നമുക്കറിയാം ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതൊരു പ്രൊഫഷണൽ കോഴ്സാണ് അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു ടീച്ചർ ആവാൻ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് സ്കിൽസ് ആണ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1-2 വർഷം വരുന്ന ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അവരെ പഠിപ്പിക്കുന്നത് അല്ലേ, ഈ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ തിയററ്റിക്കലി മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമാവുന്നില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ സ്റ്റുഡൻസ് ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നോക്കണം അല്ലേ, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്കില്ലുകൾ പഠിക്കുമ്പോഴും ഇപ്പോൾ സ്കിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ എന്ന് പറയുമ്പോൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ വേണം, ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം, അതുപോലെ തന്നെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ എൻഗേജ് ഇരുത്താനും അതുപോലെ അവരെ എന്താ പറയുക ഓരോ കോൺസെപ്റ്റ് അല്ലെ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി ഡിഫറെൻറ്റ് ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് സ്കിൽസ് ടീച്ചർക്ക് ആവശ്യമായിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ഓരോ സ്കില്ലുകളാണ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അവരെ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ സ്കില്ലുകൾ ഇൻസ്ട്രക്ടർ പഠിപ്പിക്കുന്ന ടൈമിൽ ഇത് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇത് അപ്ലൈ ചെയ്ത് നോക്കണമല്ലോ അല്ലെ. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് നോക്കാൻ നമ്മൾ ഓരോ സ്കില്ല് പഠിക്കുമ്പോൾ ഒരു സ്കൂളിലോ കോളേജിലോ ഇത് ചെന്ന് കുറെ സ്റ്റുഡൻസിന്റെ മുന്നിൽ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ഒരു എന്താ പറയുക BEdന്റെ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40-50 സ്റ്റുഡൻസ് വരുന്ന ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസിനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. അതായത് 5 അതിൽ അധികമോ ഒരു 10 സ്റ്റുഡൻസിനുള്ളിൽ 5 to 10 സ്റ്റുഡൻസിനുള്ളിൽ വരുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ആ ഗ്രൂപ്പിനുള്ളിലാണ് നമ്മൾ ഈ ഓരോ സ്കില്ലും നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നത്, പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അതിപ്പോൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുക വെച്ചാൽ നമ്മൾ പഠിച്ച ആ ഒരു സ്കില്ലിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ട് നമ്മളൊരു ക്ലാസ്സിന് വേണ്ടി തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 5-6 സ്റ്റുഡൻസ് വരുന്ന ഒരു ഗ്രൂപ്പാണ്, നമുക്കൊരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ മുന്നിലാണ് ഈ ഒരു കോൺസെപ്റ്റ് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്തിട്ട് ഈ ഒരു സ്കില്ല് അതിൽ അക്കോമഡേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ടീം ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ക്ലാസ് കാണും, അതുപോലെ നമ്മുടെ ഇൻസ്ട്രക്ടറും കാണും. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആണ് അല്ലെ, വീഡിയോ റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ക്ലാസ് എന്ത് ചെയ്യാനും സാധിക്കും, റെക്കോർഡ് ചെയ്യാനും സാധിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ ക്ലാസ് എടുത്തതിന് ശേഷം നമ്മുടെ പിയേഴ്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ടീം മെമ്പേഴ്സും അതുപോലെ നമ്മുടെ ഇൻസ്ട്രക്ടറും എന്ത് പറഞ്ഞു തരും, നമ്മൾ ഈ ഒരു ക്ലാസ് അവതരിപ്പിച്ചതിൽ ഉണ്ടായിട്ടുള്ള പോസിറ്റീവ്സും അതെ നെഗറ്റീവ്സും അതെ രണ്ടും നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, നമുക്കത് സ്വയം വിലയിരുത്താൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് സെൽഫ് ഇവാലുവേഷൻ നടത്താനും ഈ ഒരു ടെക്നിക്ക് വഴി സാധിക്കും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആ ഒരു സ്കില്ല് പ്രസന്റ് ചെയ്തപ്പോൾ അതിൽ വന്നിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ, നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്തതിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഒന്നുകൂടി പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതായത് നമ്മൾ ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നുകൂടി ഇതുപോലെ തന്നെ പ്രസന്റ് ചെയ്യണം. പക്ഷെ ആ ടൈമിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഈ സെയിം ഗ്രൂപ്പിന്റെ മുന്നിലായിരിക്കില്ല. നമ്മൾ പറഞ്ഞു ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഒരു ക്ലാസ്സിൽ തന്നെ അല്ലെ. അപ്പൊ നമ്മൾ വേറൊരു ഗ്രൂപ്പിന്റെ മുന്നിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരിക, പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു സ്കില്ല് നമ്മൾ നന്നായിട്ട് മോൾഡ് ചെയ്ത് എടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു സ്കില്ല് തറവ് ആവണത് വരെ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതല്ല നമ്മൾ ഫസ്റ്റ് പ്രസന്റേഷൻ ഇറ്റ്സെൽഫ് അത് ശരിയാവുകയാണെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് മറ്റൊരു സ്കില്ലായിരിക്കും നമ്മൾ പിന്നെ പ്രസന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിയൽ ടീച്ചിങ്ങിനെയും മൈക്രോ ടീച്ചിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം റിയൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് വരുന്ന ഒരു ക്ലാസ്സിന് മുന്നിലാണ് പ്രസന്റ് ചെയ്യുന്നത് അല്ലെ. എന്നാൽ മൈക്രോ ടീച്ചിങ്ങിൽ അഞ്ചോ അതിലധികമോ മാത്രം സ്റ്റുഡൻസ് ഉള്ള ഒരു ചെറിയൊരു ഗ്രൂപ്പ്, ഓക്കെ, ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും, അവരുടെ മുന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ റിയൽ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു പെർട്ടിക്കുലർ ടോപ്പിക്, ഒരു കോൺസെപ്റ്റ് മുഴുവനായിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു സ്കില്ല് നമുക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു ടോപ്പിക് എടുക്കുന്നു, ആ ഒരു സ്കില്ല് അതിൽ അക്കോമഡേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു,
അത് പ്രസന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്കില്ല് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ തന്നെ അവിടെ നമ്മളിപ്പോ ഒരു 1 hour ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ, റിയൽ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, വെറും 5-10 മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് ഒരു ക്ലാസ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മൈക്രോ ടീച്ചിങ്ങിനെ റിയൽ ടീച്ചിങ് വെച്ചുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം റിയൽ ടീച്ചിങ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം ചെറുതാണ് അല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മൈക്രോ ടീച്ചിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് 1963 ഇൻവെന്റ് ചെയ്യുന്നത്. ഇത് ഇൻവെന്റ് ചെയ്തത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആണ്, ബൈ ഡ്വൈറ്റ് WLN എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കോൺസെപ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് മൈക്രോ ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ കേട്ടോ. അതായത് ഇറ്റ് ഇസ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്, അതൊരു ടീച്ചർ ട്രെയിനിങ് ടെക്നിക് ആണ്, അതല്ലാതെ ഇതൊരു ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ മെത്തേഡ് അല്ല. പിന്നെ ഇത് മൈക്രോ ആണ്, കാരണം എന്താ വെച്ചാൽ നമ്മൾ റിയൽ ക്ലാസ് റൂം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെറുതാണ് അല്ലെ. നമ്മളിപ്പോൾ പറഞ്ഞു, അതായത് സ്റ്റുഡൻസ് ആണെങ്കിലും കുറവാണ്, നമ്മൾ ടോപ്പിക് ആണെങ്കിലും ചെറിയൊരു ടോപ്പിക് ആണ്, അതുപോലെ ടൈം ആണെങ്കിലും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു മൈക്രോ ആണെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഔട്ട് ഓഫ് കണ്ടൻസ് ഈ സിംഗിൾ കോൺസെപ്റ്റ് ഈസ് ടേക്കൺ അപ്പ് അറ്റ് എ ടൈം. അതായത് നമ്മൾ ഇവിടെ വളരെ ഒരു ചെറിയൊരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ടോപ്പിക്കിന് മാത്രമേ ഈ ഒരു സ്കില്ല് പ്രസന്റ് ചെയ്യാൻ, സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാണ് അല്ലെ. ചെറിയൊരു കണ്ടന്റ് മാത്രമേ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഓൺലി വൺ സ്കിൽ ഈസ് പ്രാക്ടീസ്ഡ്. ഓക്കെ, അതുപോലെ സൈസ് ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്നത് റിയൽ ക്ലാസ് റൂം വെച്ച് നോക്കുമ്പോൾ ഇവിടെ 5-7 സ്റ്റുഡൻസ് വരുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പിന് മുന്നിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ ഡ്യൂറേഷൻ ആണെങ്കിൽ 5 to 7 minutes തന്നെ വരുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ പ്രസന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇമ്മീഡിയറ്റ്ലി എന്ത് ലഭിക്കും, ഫീഡ്ബാക്ക് ലഭിക്കും. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ്, ബാക്കി ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ അടുത്തുനിന്നും അതുപോലെ നമ്മുടെ ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും, അവരുടെ അടുത്തുനിന്ന് നമുക്ക് എന്ത് ലഭിക്കും, ഇമ്മീഡിയറ്റ്ലി ഫീഡ്ബാക്ക് ലഭിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് the use of videotape and closed circuit television make that observation very objective. നമ്മൾ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും വീഡിയോ ടേപ്പ് രൂപത്തിലോ അതല്ലെങ്കിൽ CCTV ക്യാം ഉണ്ടല്ലോ, അപ്പൊ അതിലോ നമുക്ക് എന്ത് ചെയ്യാൻ, റെക്കോർഡഡ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, നമുക്ക് സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇറ്റ് ഇസ് ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് ഡിവൈസ് ആണ്. ഇത് നമ്മൾ പറഞ്ഞു ഓരോരുത്തരായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് അല്ലേ, ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കിൽ ഇംപ്രൂവ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു രീതി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ there is high degree of control in practicing a skill when this technique is used. ഫുള്ളി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഗെറ്റിംഗ് കമന്റ്സ് ഫ്രം കൊളീഗ്സ് ആൻഡ് സ്റ്റുഡൻസ് പ്രൊവൈഡ്സ് ടീച്ചേഴ്സ് വിത്ത് ആൻ ഓപ്പൺ ഇന്റൻസ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് വ്യൂ ഓഫ് ദിയർ ടീച്ചിങ്. നമ്മൾ പറഞ്ഞു ഇത് മൈക്രോ ടീച്ചിങ് എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു 5 അതിലധികമോ ചെറിയൊരു ഗ്രൂപ്പിന്റെ മുന്നിലാണ് അല്ലെ, ആ ഒരു ഗ്രൂപ്പിന്റെ മുന്നിലാണ് നമ്മുടെ ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഉടനടി ഫീഡ്ബാക്ക് ലഭിക്കും. പിന്നെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഇവാലുവേഷനും പറ്റും. അപ്പൊ ഇതൊരു അണ്ടർ ദ മൈക്രോസ്കോപ്പ് വ്യൂ ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻ ദ ഇന്ത്യൻ മോഡൽ ഓഫ് മൈക്രോ ടീച്ചിങ് ഡെവലപ്ഡ് ബൈ NCERT, ദ ഡ്യൂറേഷൻ ഓഫ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് NCERT ഇന്ത്യൻ മോഡൽ ഓഫ് മൈക്രോ ടീച്ചിങ് എന്നുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ടീച്ചിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന 6 minutes ആണ്, ഫീഡ്ബാക്കിന് വേണ്ടി 6 minutes ആണ്. അതിനുശേഷം എന്തെങ്കിലും നമ്മൾ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ക്ലാസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി, റീപ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു 12 minutes തരുന്നുണ്ട്. റീടീച്ചിന് വേണ്ടി 6 minutes തരുന്നുണ്ട്, ഫീഡ്ബാക്കിന് വേണ്ടി 6 minutes ഉണ്ട്. ടോട്ടൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈം ഒരു സ്റ്റുഡന്റിന് എന്ന് പറയുന്നത് 36 minutes ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കമ്പോണൻസ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതിൽ നിന്ന് നമുക്ക് അറിയാവുന്നതാണ്. കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ ഉണ്ടായിരിക്കും. പ്യൂപ്പിൾ എന്ന് പറയുമ്പോൾ ഏകദേശം 5 to 7 വരുന്ന ഒരു കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ബ്രീഫ് ലെസൺ ആയിരിക്കും, വളരെ ചെറിയൊരു ടോപ്പിക് ആയിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഫീഡ്ബാക്ക് എന്നുള്ളത് നമുക്ക് സൂപ്പർവൈസറുടെ അടുത്തുനിന്നും നമ്മുടെ പിയർ ഗ്രൂപ്പിന്റെ അടുത്തുനിന്നും, ഇനി നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഉടനടി തന്നെ ഫീഡ്ബാക്ക് ലഭിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ്ങിൽ. അപ്പൊ ഇതൊക്കെയാണ് കമ്പോണൻസ് ഓഫ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി പ്രൊസീജിയർ ഓഫ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈനിങ് എ സ്കില്ലാണ്. അതായത് നമ്മുടെ ഇൻസ്ട്രക്ടർ നമുക്ക് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ സ്കിൽ, ടീച്ചിങ്ങിന് ആവശ്യമായ ഒരു പുതിയൊരു സ്കില്ല് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ആ ഒരു സ്കില്ല് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ സ്കില്ല് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ലെസൺ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്, പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമ്മളത് ആ ലെസൺ ടീച്ച് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ്.
അതിനുശേഷം നമ്മുടെ പിയർ ഗ്രൂപ്പും നമ്മുടെ ഇൻസ്ട്രക്ടറും എല്ലാവരും ചേർന്ന ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കും, നമ്മൾ അവതരിപ്പിച്ചതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ. അതിനുശേഷം പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പരിഹരിക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ റീപ്ലാൻ ചെയ്യണം, റീടീച്ച് ചെയ്യണം, ഡിസ്കഷൻ പിന്നെയും നടക്കും. അതിനുശേഷം ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ആ ഒരു സ്കില്ല് നമ്മൾ തറവ് ചെയ്യുന്നത് വരെ ഈ ഒരു സൈക്കിൾ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് മൈക്രോ ടീച്ചിങ്ങിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഈ പ്രൊസീജിയേഴ്സിന് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഒരു മൈക്രോ ടീച്ചിങ് സൈക്കിൾ വരുന്നുണ്ട്. 6 സ്റ്റെപ്സ് ആണ് ഈ ഒരു സൈക്കിളിൽ ഉള്ളത്. ഫസ്റ്റ് വൺ പ്ലാനിങ്, സെക്കൻഡ് വൺ ടീച്ചിങ്, തേർഡ് വൺ ഫീഡ്ബാക്ക്, പിന്നെ നെക്സ്റ്റ് ഇത് റിപ്പീറ്റ് ചെയ്യാണ് റീപ്ലാനിങ്, ടീച്ചിങ് ആൻഡ് ഫീഡ്ബാക്ക്. അപ്പൊ ഇതാണ് മൈക്രോ ടീച്ചിങ്ങിന്റെ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി മൈക്രോ ടീച്ചിങ് ഫേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ക്ലിഫ്, മൈക്രോ ടീച്ചിങ് ഹാസ് 3 phases. മൈക്രോ ടീച്ചിങ്ങിന് 3 phases ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോളജ് അക്വിസിഷൻ ഫേസ്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്ട്രക്ടർ നമുക്ക് ഒരു പുതിയ സ്കില്ല് പരിചയപ്പെടുത്തി തരും. ആ ഒരു സ്കില്ല് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നെല്ലാം അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ആ ഒരു ഫേസിനെയാണ് നമ്മൾ നോളജ് അക്വിസിഷൻ ഫേസ് എന്ന് പറയുന്നത്. അതിനുശേഷം സ്കിൽ അക്വിസിഷൻ ഫേസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു സ്കില്ലിനെ മനസ്സിലാക്കി നമ്മളതൊരു ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് സെലക്ട് ചെയ്ത് ഈ ഒരു സ്കിൽ അപ്ലൈ ചെയ്ത് നമ്മളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഫേസിനെയാണ് നമ്മൾ സ്കിൽ അക്വിസിഷൻ ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഫേസ് ആണ്. ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു സ്കില്ലിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ക്ലാസ് അവതരിപ്പിക്കുകയാണ്, പ്രസന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫേസിനെയാണ് ട്രാൻസ്ഫർ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം നമുക്ക് എന്ത് ലഭിക്കും, ഉടനടി തന്നെ എന്ത് ലഭിക്കും, ഫീഡ്ബാക്ക് ലഭിക്കും നമ്മുടെ ഇൻസ്ട്രക്ടറുടെ അടുത്ത് നിന്നും, അതുപോലെ തന്നെ നമ്മുടെ പിയർ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അവരുടെ അടുത്ത് നിന്നും. പിന്നെ നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഇവാലുവേഷനും ഇത് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് മൈക്രോ ടീച്ചിങ്ങിന്റെ ഫേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ, അതായത് മൈക്രോ ടീച്ചിങ് എന്നൊരു കോൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മൈക്രോ ടീച്ചിങ് എന്താണെന്ന്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, നമ്മൾ സൈക്കിൾ പറഞ്ഞു, അതുപോലെ ഫേസസ് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.